The question answer session of Christian Elite. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വേദപുസ്തകം വായിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ സംശയങ്ങൾക്ക് ആധികാരികമായി വേദപുസ്തക അടിസ്ഥാനത്തിൽ മറുപടി തരുവാൻ പ്രശസ്ത ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം പ്രേക്ഷകരിൽ നിന്നുള്ളതാണ്. ഒരു സുപ്രധാനമായ ചോദ്യം. വചനം വ്യാഖ്യാനിക്കുക, ദൈവവചനം പൊരുൾ തിരിക്കുക, ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പലപ്പോഴും സമാനമായ അർത്ഥത്തിലാണ് നാം ഇതിനെ കാണാറുള്ളത്. ഒന്ന് വിശദീകരിക്കണം. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുന്ന ആളുകൾ ചോദ്യമായിട്ടതിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ചോദിക്കുന്ന ആളുകളോട് ഉത്തരം പറയാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുക, വിശുദ്ധ തിരുവെഴുത്തുകൾ പൊരുൾ തിരിക്കുക. നമ്മൾക്ക് ഒരുപാട് ഇതിനെപ്പറ്റി പറയാവുന്ന ഒരു കാര്യമാണെങ്കിലും സിമ്പിളസ്റ്റ് ആയിട്ട് വളരെ ചുരുക്കമായിട്ട് ഞാൻ എൻ്റെ മറുപടി പറയാം. അത് കേട്ടിട്ടും ആൾക്കാർക്ക് ബോധ്യമാകുന്നില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്നോട് വീണ്ടും ചോദിക്കാം, ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പം ഞാൻ ചുരുക്കത്തിൽ പറയാൻ പോവാണ്. ഒന്ന്, ഈ ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു ഗ്രീക്ക് വേ ഓഫ് അനലൈസിങ് തിങ്സ് ആണ്. കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിനുള്ള ഗ്രീക്കുകാരുടെ ഫിലോസോഫിക്കൽ വേ ആണ് ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഫോക്കസ് വരുന്നത് ഒരാൾക്ക് ഒരു കാര്യം കാണുമ്പോൾ, കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. അയാൾക്ക് അതിനെപ്പറ്റി എന്ത് മനസ്സിലായി. എപ്പോഴും പറയും, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എൻ്റെ വീക്ഷണത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ അഭിപ്രായത്തിൽ. അങ്ങനെ പറയുന്നതിനാണ് ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പം വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഓരോ ഭാഗം വായിക്കുമ്പോഴും ഒരാൾക്ക് മനസ്സിലായതുപോലെ ആയിരിക്കത്തില്ല വേറൊരാൾക്ക് മനസ്സിലായത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് വ്യൂസ് ഉണ്ടാകുന്നു. ഈ വ്യൂസ് കൂടി പോയിട്ട് ഒരു അന്തവും കുന്തവും ഇല്ലാതിരുന്നെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടായി. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് വ്യാഖ്യാന ശാസ്ത്രം, ഹെർമനോട്ടിക്സ് ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ബേസിസ് എന്തുവാണ്? ബേസിസ് ആളുകൾക്ക് അത് വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. ഇത് നമുക്കൊരു സാധാരണ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് അതിനെപ്പറ്റി എന്ത് മനസ്സിലായി എന്നുള്ളതാണ്. പക്ഷെങ്കിൽ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകൾ വരുമ്പോൾ നോട്ട് അലൗഡ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളതല്ല, അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നുള്ളതാണ്. എൻ്റെ കഴിഞ്ഞ ടോക്ക് ഷോയിൽ ഞാൻ പറഞ്ഞായിരുന്നു 4 കാര്യങ്ങൾ മാത്രമേ ആപ്ലിക്കബിൾ ആകാവൂ. ഒന്ന്, വാട്ട് വാസ് ഇറ്റ് ലൈക്ക് ഇൻ ദ ബിഗിനിങ്, ആദിയിൽ എങ്ങനെയായിരുന്നു. 2, തിരുവെഴുത്തെന്ത് പറയുന്നു. 3, അവിടെ എന്ത് എഴുതിയിരിക്കുന്നു. 4, നീ എന്ത് വായിക്കുന്നു, നീ എന്ത് മനസ്സിലാക്കി എന്ന് പറയാൻ പ്രമാണമില്ല. അപ്പോൾ തിരുവെഴുത്തുകൾ വായിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തിരുവെഴുത്ത് എന്ത് പറയുന്നു, ഇവിടെ തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പം ഉദാഹരണത്തിന് സ്നാനത്തിൻ്റെ ഉപദേശം എടുക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് വ്യത്യസ്തമായ പഠിപ്പീരുണ്ട് സ്നാനത്തെപ്പറ്റി, അല്ലെങ്കിൽ വിശുദ്ധ തിരുവത്താഴത്തെപ്പറ്റി. ധാരാളം പഠിപ്പീരുണ്ട്. അത് ഒരാൾക്ക് തിരുവത്താഴത്തെപ്പറ്റി ഇങ്ങനെ മനസ്സിലായത്, വേറൊരാൾക്ക് അങ്ങനെ മനസ്സിലായത്. സ്നാനത്തെപ്പറ്റി 10 പേർക്ക് 10 രീതിയിൽ മനസ്സിലായി. അപ്പോൾ നെറ്റ് റിസൾട്ട് എന്താണ്? നമുക്കൊരുപാട് സഭകളുണ്ടായി. എന്തുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായ, നമുക്ക് ഒറ്റ ബൈബിളേ ഉള്ളൂ, ഒറ്റ ബൈബിൾ, ഒരു ദൈവം, ഒരു വിശ്വാസം, ഒരു സ്വർഗം, ഒരു പ്രത്യാശ, ഒരു നിത്യത. പക്ഷെങ്കിൽ 1,000 സഭകൾ. എന്തുകൊണ്ടാണ്? വ്യത്യസ്തരായ ആളുകൾ വേദപുസ്തകം വായിച്ചപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് മനസ്സിലായി. തിരുവെഴുത്തെന്ത് പറയുന്നവർക്കൊട്ട് മനസ്സിലായുമില്ല. തിരുവെഴുത്തെന്ത് പറയുന്നു എന്ന് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുകയാണെങ്കിൽ നമുക്ക് ഒരു കോൺഗ്രിഗേഷൻ, ഒരു സഭയെ ലോകത്ത് കാണത്തുള്ളായിരുന്നു. പക്ഷെങ്കിൽ തിരുവെഴുത്ത് പറയുന്നത് മനസ്സിലാകാതെ അവരവർക്ക് പറയുന്ന കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ്
ധാരാളം സഭകളുണ്ടായത്. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾക്കെന്ത് മനസ്സിലായി? തിരുവെഴുത്ത് പൊരുൾ തിരിക്കുക, വ്യാഖ്യാനിക്കരുത്, പൊരുൾ തിരിക്കുക. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിനപ്പുറം ഒന്നും ഏറെയോ കുറയോ പറയാൻ ആർക്കും അനുവാദമില്ല. ദാറ്റ്സ് മൈ ആൻസർ. താങ്ക് യു. താങ്ക് യു സർ. കഴിഞ്ഞ സെഷന് നമ്മൾ കൺക്ലൂഡ് ചെയ്തപ്പോൾ ഒരു ചോദ്യത്തിന്റെ ഉത്തരം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. ആ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഈസ് ഇറ്റ് പോസിബിൾ ഫോർ ആൻ ഓർഡിനറി പേഴ്സൺ ടു ലേൺ ദ ഹോളി ബൈബിൾ ബൈ സ്റ്റഡിയിങ് ദ ഹീബ്രു ലാംഗ്വേജ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദി ആക്ച്വൽ മീനിങ് ഓഫ് ഇറ്റ്? ഒരു സാമാന്യ വിശ്വാസിക്ക് വേദപുസ്തകം അതിന്റെ മൂലഭാഷയായ എബ്രായ ഭാഷ പഠിച്ച് അതിന്റെ ഉള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? നല്ല രസകരമായ ഒരു ചോദ്യമാണത്. ബ്ലൈറ്റന്റ് ഒറ്റ വാക്കിൽ മറുപടി നോ, പറ്റത്തില്ല. കാരണം എബ്രായ ഭാഷ മാതൃഭാഷയായിട്ട് അതിനകത്ത് ജനിച്ചു വളർന്നവരാണ് ഇസ്രായേൽ താമസിക്കുന്ന യഹൂദന്മാർ മുഴുവനും, അല്ലേ? ഇസ്രായേലിലെ മാതൃഭാഷയല്ലേ എബ്രായ ഭാഷ. അപ്പോൾ ചോദിച്ചെങ്കിൽ അത് മോഡേൺ ഹീബ്രു ആണെന്ന്. നോക്കിക്കോണേ, ഈ ഏൻഷ്യൻറ്റ് എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധ വേദപുസ്തകം ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴും മോഡേൺ ഹീബ്രുവിൻ്റെ ബേസിസ്. ആ ഭാഷയിൽ ഏറ്റവും നല്ല ലിറ്ററേച്ചർ ഇപ്പോഴും ബൈബിളാണ്. ആ ബൈബിളിലെ ഭാഷയ്ക്ക്, അതിൻ്റെ ഗ്രാമറിന്, അതിൻ്റെ വേർഡ് മീനിങ്ങിന്, അതിൻ്റെ വെക്കാബുലറിക്ക് ഒന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. അത് ഇപ്പോഴും അതിൻ്റെ ബേസിസ്. അവർക്കാണ് വേദപുസ്തകം ഏറ്റവും കുറച്ചറിയാവുന്നത്. നമുക്കറിയാവുന്നത്ര അവർക്ക് അറിയത്തില്ലല്ലോ. യേശുക്രിസ്തു രക്ഷിതാവെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. കർത്താവിൻ്റെ രഹസ്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. സഭയുടെ ഉൽപ്രവണത്തെ പറ്റി മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. വിശുദ്ധ സ്നാന ശുശ്രൂഷയെ പറ്റി മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. ആത്മാഭിഷേകത്തെ പറ്റി മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർക്ക് ഇപ്പോഴും പെസഹ അല്ലാതെ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഹീബ്രു അറിയത്തില്ലയോ? എന്നെക്കാട്ടിൽ എൻ്റെ അധ്യാപകരുടെ ഹീബ്രു എന്ന് എന്തുവാ? ഇടിവിട്ട് ഹീബ്രു അല്ലേ? അപ്പോൾ ഹീബ്രു പഠിച്ചു എന്നുള്ളതുകൊണ്ട് ഒരാൾക്ക് ബൈബിൾ കുറേ കൂടെ ഭംഗിയായി മനസ്സിലാകും എന്നൊരു കാര്യം ആര് പറഞ്ഞാലും അത് തെറ്റാണ്. ദാറ്റ്സ് എ ഫസ്റ്റ് ആൻസർ. ഇനിയും അത് കുറേ കൂടെ എൻ്റെ ദീർഘമായ മറുപടി ഉള്ളതാണ്. അതുകൊണ്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഈ എല്ലാ അറിവിനും സ്റ്റേജസ് ഉണ്ട്. ഒന്ന് ഇഗ്നറൻസ് ആണ് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ്. ഇഗ്നറൻസ്. ഒരു ജനിക്കുന്ന കുഞ്ഞ് അമ്മയെന്ന് വിളിക്കുന്നത് ഇവരെങ്ങനെ അമ്മയാണെന്ന് മനസ്സിലായിട്ടാണോ? അപ്പാന്ന് അപ്പായി വിളിക്കുന്നത് ഈ മനുഷ്യൻ എങ്ങനെയാണ് എൻ്റെ അപ്പനായിട്ടാണെന്നോ? അല്ലല്ലോ. ഇഗ്നറൻസ് ആണ് ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് എൻ്റെ പ്രിലിമിനറി സ്റ്റേജാണ്. എൻ്റെ കിൻഡർ ഗാർഡൻ സ്റ്റേജ്, പ്രിലിമിനറി സ്റ്റേജ്. ഇതുവരെയാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. രണ്ടാമത് നമ്മൾ വായിച്ച് കുറച്ച് മനസ്സിലാക്കുന്നു. ഇനിയും നോളജ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ എപ്പോഴും അതിൻ്റെ ഹയർ ലെവലിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ദ ഹയസ്റ്റ് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവരങ്ങനെ പോയി അവരെപ്പോഴും റിസർച്ചിൻ്റെ ലെവലിൽ നിൽക്കും. ആ റിസർച്ചിൻ്റെ ലെവലിൽ അവർ നിൽക്കുന്നതുകൊണ്ടാണ് താഴെ കിടക്കുന്ന നമുക്ക് ശരിയായ അറിവ് കിട്ടുന്നത്. ഇല്ലെങ്കിലും പറ്റുന്ന കുഴപ്പം എന്താ? നമുക്ക് റിസർച്ച് ഇല്ല, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല, നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല, നമുക്ക് ഡിഗ്രി ലെവലും ഇല്ല. നമുക്കെല്ലാം 10ാം ക്ലാസ് കൊണ്ട് തീരുന്നേ ഉള്ളൂ. നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെ നമ്മുടെ നോളജ് ലെവൽ എവിടെയായിരിക്കും? കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങ് പെയ്ഗൻ ലെവൽ, പ്രീഹിസ്റ്റോറിക്കൽ അങ്ങ് പോവും, അല്ലേ? അപ്പോൾ ആ പ്രീഹിസ്റ്റോറിക് പെയ്ഗൻ ലെവലിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തിച്ചതാരാ? ഒരു വിഭാഗങ്ങൾ എപ്പോഴും റിസർച്ചിന് തയ്യാറായെന്നുള്ളതാണ്, അല്ലേ? ഇനി നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ദൈവവചനത്തിൻ്റെ 5 ഫോൾഡ് മിനിസ്ട്രിയിൽ ലാസ്റ്റ് എന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് ശാസ്ത്രിയായ ശിഷ്യൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശൻ.
അയാളെ പറയുന്നത് ശാസ്ത്രി അല്ലെങ്കിൽ ടീച്ചർ അല്ലെങ്കിൽ ഗുരു എന്നാണ്. അധ്യാപകൻ. ബാക്കി 4 ശുശ്രൂഷയും ചെയ്യണം 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 എന്ന് പ്രോത്സാഹിപ്പിക്കുക. അപ്പോസ്തലിക് മിനിസ്ട്രി, നിങ്ങൾ പോയി സുവിശേഷം പ്രസംഗിക്കണം. ഇനിയും ഇവാഞ്ചലിക് മിനിസ്ട്രി, നിങ്ങൾ കാണുന്നവർക്ക് സുവിശേഷം പ്രസംഗിക്കണം. പാസ്റ്റോറൽ മിനിസ്ട്രി, നിങ്ങൾ കെയർ ചെയ്യണം മറ്റുള്ളവരെ. പ്രെയർ മിനിസ്ട്രി, പ്രാർത്ഥിക്കണം. അല്ലേ? പ്രാർത്ഥിക്കണം, ചെയ്യണം. ഒരു മിനിസ്ട്രിക്ക് മാത്രമേ നോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഏതാണ്? ടീച്ചിങ് മിനിസ്ട്രി. അധികം ശിക്ഷാവിധി ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ഒരുപാട് പേർ അധ്യാപകർ ആകരുത്. ഇപ്പൊ നമ്മുടെ പ്രോബ്ലം എന്താ? അധ്യാപകൻ എന്ന ഒരു സെക്ഷനെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അവോയ്ഡ് ചെയ്തു. പാസ്റ്റർ തന്നെയാണ് ബൈബിൾ ക്ലാസ് എടുക്കുന്നത്. ഇവാഞ്ചലിസ്റ്റ് തന്നെ ബൈബിൾ ക്ലാസ് എടുക്കുക. ഇവാഞ്ചലിസ്റ്റിന് അറിയാമോ താൻ പറയുന്നത് തെറ്റാണെന്നുള്ള കാര്യം? പാസ്റ്റർക്ക് അറിയാമോ? അവരാ ലെവലിൽ പോയിട്ടില്ല. അപ്പം ചോദ്യത്തിന് ഞാൻ ഒട്ടും ഡൈവേർട്ട് ചെയ്യാതെ ആൻസർ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പോകുന്നത്. നമ്മൾ പഠിച്ച നമ്മുടെ മാതൃഭാഷയിലാണ് നമുക്ക് വേദപുസ്തകം ഉണ്ട്. അവിടെയാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നമ്മുടെ വചന ശുശ്രൂഷയും പ്രസംഗങ്ങളും ഒക്കെ കേൾക്കണം. കേൾക്കുമ്പോൾ നമ്മൾ കേട്ട പ്രസംഗവും നമ്മൾ വായിച്ച വചനവും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും ഒരു പ്രസംഗത്തിൽ എൻ്റെ ഒരു അധ്യാപകൻ പറയാണ്, ഒരു മനുഷ്യൻ എരിഹോവിൽ യെരൂശലേമിൽ കച്ചവടത്തിന് പോകുകയായിരുന്നു. പുള്ളി മനഃപൂർവ്വം തെറ്റ് പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുമെന്നറിയാൻ. എരിഹോവിൽ നിന്ന് യെരൂശലേമിലോട്ട് കച്ചവടത്തിന് പോവുക. ആർക്കും അതിനകത്തൊരു തെറ്റുള്ളതായിട്ട് തോന്നിയില്ല. എന്താ തോന്നുന്നത്? അവർ വായിച്ചിട്ടില്ല, അല്ലേ? അപ്പോൾ വായിക്കണം ആദ്യം നമ്മുടെ മാതൃഭാഷയിൽ. കേൾക്കുന്ന പ്രസംഗങ്ങളും ബൈബിൾ സ്റ്റഡിയും തമ്മിൽ കമ്പയർ ചെയ്യണം, ഡിഫറൻസ് മനസ്സിലാക്കാൻ. അതിനുശേഷം തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നല്ല അധ്യാപകനെ കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കാരണം രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും. എന്നെ വാസ്തവമായി അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഓവർ 1000 സ്റ്റുഡൻസ് എനിക്കുണ്ട്. ഓവർ 1000 സ്റ്റുഡൻസ്. ഞാൻ ഇവരെ ആരും കണ്ടെത്തിയതല്ല. ആരും വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആകാൻ വരാമെന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് ഞങ്ങൾക്ക് വചനം പഠിക്കണം, ഞാൻ ഇന്ന ബൈബിൾ കോളേജിൽ പോകട്ടെ. വാസ്തവമായി പ്രാർത്ഥിച്ചോട് ദൈവം പറഞ്ഞു, വെയിറ്റ്, ഐ വിൽ ബ്രിങ് യു എ പേഴ്സൺ. ഒരുപാട് പേര് എന്നോട് വിളിച്ച് പേഴ്സണൽ ടെസ്റ്റിമോണി പറഞ്ഞു, സാറിൻ്റെ മുഖം ദൈവം ഞങ്ങൾക്ക് രാത്രി കാണിച്ചു തന്നു, ബാബു ജോൺ എന്ന് ഞങ്ങൾക്ക് പേരെഴുതി കാണിച്ചു. ചെല്ലു പറഞ്ഞു, നെറ്റ് ഓപ്പൺ ചെയ്യേ എന്ന് ദൈവം പറയുന്നത് കേട്ടു. ഓപ്പൺ ചെയ്യുമ്പോൾ സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ദിസ് ഈസ് ദ പേഴ്സൺ വി വാണ്ട് ടു സിറ്റ് വിത്ത്. അപ്പോൾ ദൈവവചനം അറിയാവുന്ന ഒരു അധ്യാപകൻ്റെ അടുത്ത് ചെല്ലണം. ആ അധ്യാപകന്റെ ചുമതലയാണ് ഹീബ്രുവോ ഗ്രീക്കോ ഇതിനപ്പുറം എന്തുകൊണ്ടോ അത് പഠിച്ച് റിസർച്ച് ചെയ്ത് സ്റ്റുഡൻസിന് കൊടുക്കാൻ. ഇപ്പം 3 വർഷം എൻ്റെ കൂടെ സിസ്റ്റമാറ്റിക് ബൈബിൾ സ്റ്റഡിയിൽ ബൈബിൾ ക്ലാസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അതിനുശേഷം എബ്രായ ഭാഷയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുവെന്ന് ആ വാക്ക് പറഞ്ഞ് അല്ലെങ്കിൽ സെൻറ്റൻസ് പറഞ്ഞ് പൊരുൾ തിരിച്ച് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഹീബ്രു ഭാഷ ഒന്നും അറിയത്തില്ല. ഒരാൾക്ക് ഹീബ്രു ഭാഷ ഒന്നും അറിയണ്ട, പക്ഷെങ്കിൽ എബ്രായ ഭാഷയിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അവിടെ പോയി പൊരുൾ തിരിച്ചെങ്കിൽ നമുക്ക് അർത്ഥം മനസ്സിലാകത്തുള്ളൂ. അതറിയാവുന്ന ആരുണ്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, എന്നെപ്പോലെ ധാരാളം അധ്യാപകരുണ്ട്, ഒരു അധ്യാപകൻ്റെ അടുത്ത് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ടാണ് ദൈവം വചനം പഠിപ്പിക്കാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ചിലർ പറയും, എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളും. എന്നാൽ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ പ്രസംഗിച്ചാൽ മതി, പഠിപ്പിയിട്ട് പരിശുദ്ധാത്മാവ് ചെയ്തോളും. ഒരുപാട് പേരും ഒരു അധ്യാപകൻ്റെ അടുത്ത് വന്നിട്ട് പഠിക്കാൻ തയ്യാറാകത്തില്ല. നിർഭാഗ്യവശാൽ ഇപ്പോൾ സുവിശേഷ വേളയിൽ ഗോളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏറ്റവും ഫേമസ് ആയ സുവിശേഷകരിൽ അനേകരും കൺവെൻഷൻ പ്രസംഗകരെന്നും
ഉണർവ് പ്രസംഗരെന്നും പറഞ്ഞ് നടക്കുന്ന അനേകരും അവരങ്ങനെ തന്നെയാണ്. പക്ഷെങ്കിൽ അവർ ഒരു അധ്യാപകൻ്റെ അടുത്ത് പോയിരുന്ന് പഠിച്ചിട്ടില്ല. അവരോട് ചോദിച്ചപ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് എനിക്കെല്ലാം തെളിയിച്ചു തരുന്നുള്ളത്. അവർ മനസ്സിലാക്കാത്ത കാര്യമാണ്, അധ്യാപകൻ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് തെളിയിച്ചു തരുന്നു. അധ്യാപകൻ പഠിപ്പിക്കാതെ പരിശുദ്ധാത്മാവ് തെളിയിക്കുന്നു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അധ്യാപകൻ പഠിപ്പിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് തെളിയിക്കുന്നു പറഞ്ഞാൽ എന്തായിരിക്കും? ആത്മാവ് തെളിയിച്ചതാ, പരിശുദ്ധ അല്ല. വേറെ ഒരുപാട് ആത്മാക്കളുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാകും? അവർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ കേൾക്കുമ്പോൾ ഇത് പരിശുദ്ധാത്മാവല്ല, വേറൊരാൾ വചനം പറഞ്ഞു കൊടുത്തതാണ്. അപ്പം ദൈവം വചനം പഠിപ്പിക്കാൻ ഏൽപ്പിച്ച അധ്യാപകരെ അവോയ്ഡ് ചെയ്തിട്ട് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചോളൂ എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഭയങ്കരമായിട്ട് വലുതാകും. എന്തുകൊണ്ട്? ഇവൻ്റെ വായിന്ന് വരുന്നതിൽ എന്താണ്? വചനവിരുദ്ധമായ കാര്യങ്ങളും വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളും. അത് പഠിച്ചു പോയാൽ ജനം അവസാനം എവിടെ എത്തിക്കോളും? സാത്താൻ്റെ പൂണി തന്നെ എത്തിക്കോളും. അപ്പം ദൈവം വചനം പഠിപ്പിക്കാൻ ഏൽപ്പിച്ച മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയായ ദൈവദാസന്മാരെ അല്ലെ അധ്യാപകരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞ് ധാരണയിൽ പോകുന്നത് വളരെ തെറ്റാണ്. ഒരാൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കാൻ അയാളെങ്ങും പോയി ഹീബ്രു ക്ലാസ് പഠിക്കണ്ട. അതിൽ പൊരുൾ തിരിച്ച് പഠിപ്പിക്കാൻ അറിയാവുന്ന അധ്യാപകൻ്റെ അടുത്ത് പോയിരുന്ന് പഠിച്ചാൽ മതി. താങ്ക് യു. താങ്ക് യു സർ. വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. അടുത്തത്, ഒരു പുതിയ നിയമ വിശ്വാസിക്ക് പിൻപറ്റേണ്ടുന്ന പ്രമാണങ്ങളാണല്ലോ കർത്താവിന്റെ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പുതിയ നിയമത്തിലെ ന്യായപ്രമാണം എന്ന് വേണമെങ്കിലും മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളെ നമുക്ക് പറയാം. ഈ പ്രമാണങ്ങള് 100% പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഈ അടുത്തയിടെ ഒരു യൂട്യൂബ് മെസ്സേജ് കേൾക്കുകയുണ്ടായി. പലപ്പോഴും ചിന്തിക്കുമ്പോൾ അതൊരു ജെനുവിനായിട്ടും തോന്നും, അതൊരു പ്രായോഗികമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണല്ലോ എന്ന്. ഉദാഹരണമായിട്ട് മത്തായി സുവിശേഷം 5-ാം അധ്യായം 29-ാം വാക്യം 30-ാം വാക്യത്തില്, നിന്റെ വലംകണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക, വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. ഇത് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഹീബ്രു ഭാഷയില് ഇത് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? Thank you very much for the right question at the right time. നമുക്ക് ആദ്യം ഈ വിശുദ്ധ തിരുവെഴുത്തുകളെ കൺഫ്യൂസ് ചെയ്യുന്നുള്ളത് സാത്താൻ്റെ പർപ്പസാണ്, ദൈവാത്മാവിൻ്റെ പർപ്പസ് അല്ല. സാത്താൻ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ചെയ്ത ഒന്നാമത്തെ പരിപാടി ഹവ്വായെ കൺഫ്യൂസ് ചെയ്തു. ദൈവം വാസ്തവമായി ഇങ്ങനെ കൽപ്പിച്ചുവോ? ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. തിരുവെഴുത്തുകളെ പറ്റി ഒരാളുടെ ഹൃദയത്തിൽ ആശയക്കുഴപ്പമുണ്ടായാൽ, ആ ആശയക്കുഴപ്പം റിസൾവ് ആയില്ലെങ്കിൽ അയാൾ നരകത്തിലേ എന്ന് ചാടത്തുള്ളൂ, സാത്താൻ്റെ കയ്യിലേ ചാടത്തുള്ളൂ. അപ്പോൾ ഒന്ന്, വേദപുസ്തകത്തിൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം മനുഷ്യനെ അനുസരിക്കാൻ പറ്റുമോ? ഇതെല്ലാം മനുഷ്യനനുസരിക്കാൻ പറ്റുമോ? ഒരു ചോദ്യം. 2, വേദപുസ്തകം ആർക്കും പഠിപ്പിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഒരു ലൈഫ് ടൈം മുഴുവൻ എടുത്താൽ വേദപുസ്തകം പഠിച്ചു തരാൻ പറ്റുമോ? രണ്ടാമത്തെ, ഇത് രണ്ടും നമ്മൾ വിശ്വസിച്ചിരിക്കുക. മൂന്നാമത്തെ, യേശുക്രിസ്തു എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അതെല്ലാം ഒരു മനുഷ്യനെ അനുവർത്തിക്കാൻ പറ്റുമോ? ഇവിടെ നമ്മൾ തിരിച്ചൊരു ചോദ്യമുണ്ട്. ഇതാരാ നമുക്ക് തിരുവെഴുത്ത് തന്നത്? ദൈവം. ആ ദൈവത്തിൻ്റെ പ്രത്യേകത എന്താ? നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. 3 വർഷങ്ങൾ യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചല്ലേ? അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ് പോയി പോസ്റ്റ് ഗ്രാജുവേറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് ഒരു കുട്ടി തോറ്റാൽ നിങ്ങൾക്ക് ആ കുട്ടിയെ ശിക്ഷിക്കാൻ പറ്റുമോ? മിസ്റ്റേക്ക് ആരുടെയാ? നിങ്ങളുടെയാണല്ലേ? കേൾക്കാൻ ഞാൻ പറയുന്നത് നിങ്ങളുടെയാ. ബിക്കോസ് യു ഗേവ് ദ റോങ് ക്വസ്റ്റ്യൻ. അവൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. അപ്പം നമ്മളെക്കാൾ നീതിമാനാണല്ലോ ദൈവം. മനുഷ്യന് അനുസരിക്കാൻ കഴിയാത്ത ഒരു പുസ്തകം
കൊടുത്തിട്ട് അതിൽ പറഞ്ഞ മുഴുവൻ നീ എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലാകുന്നല്ല അങ്ങനെ തന്ന പുസ്തകം. നീ എന്താ ഞാൻ പറഞ്ഞു പിന്നെ അനുസരിക്കാഞ്ഞത്? മനുഷ്യനെ എനിക്ക് അനുസരിക്കാൻ കഴിയുന്ന കാര്യമല്ലിത്. അവിടെ ദൈവത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടുന്നു. അപ്പോൾ ദൈവവചനം മുഴുവൻ മനുഷ്യനെ അനുസരിക്കാൻ കഴിയുന്ന അല്ലെന്നുള്ളത് സാത്താൻ്റെ തിയറിയ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്ത് അല്ല. ദൈവപുത്രൻ മനുഷ്യനായി, മനുഷ്യനെ ബലഹീന മനുഷ്യനായി ഭൂമിയിൽ വന്ന് എല്ലാ ബലഹീനതയിലും വന്നിട്ട് വചനം മുഴുവൻ അനുസരിച്ച് കാണിച്ചു കൊടുത്തു. യെസ്, ഇറ്റ് ഈസ് പോസിബിൾ എന്ന്. ഇനി അടുത്ത കാര്യം, ഒരു മനുഷ്യന് തൻ്റെ ലൈഫ് ടൈമിലെ മുഴുവൻ ലൈഫ് ടൈമല്ല, അതിൻ്റെ ഒരു ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ മുഴുവൻ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. പക്ഷെ ഏത് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം? ഇതെനിക്ക് ദൈവം ഒരു ട്യൂട്ടറെ തന്നിട്ടുണ്ട്. ട്യൂട്ടറുടെ പേര് പരിശുദ്ധാത്മാവെന്ന, അല്ലേ? പരിശുദ്ധാത്മാവെന്ന ട്യൂട്ടറെ എൻ്റെ കൂടെ ഇരുത്ത് തന്നിരിക്കും. എന്തിനു വേണ്ടി? ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്ന സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തും. സകല ദൈവവചന സത്യത്തിലും വഴി നടത്തും. ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും പഠിപ്പിക്കുന്നതല്ല, സകല സത്യത്തിലും വഴി നടത്തും. വചനം മുഴുവൻ അനുസരിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ്. അത് തെറ്റാണ്. ഇനി മാം എന്നോട് ചോദിച്ച സ്പെസിഫിക് ക്വസ്റ്റ്യനിലേക്ക് വരാം. മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെപ്പറ്റി പ്രസംഗിക്കാൻ ഞാൻ ഗ്രീക്കും ഹീബ്രുവും പഠിക്കണ്ട. ക്രിസ്തുവിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നതിന് വേണ്ടി എനിക്ക് ഒരു സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ല. പക്ഷെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തെടുത്തിട്ട് അതിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. ഫിസിക്സിൻ്റെ ABC അറിയാൻ പറ്റിയ ഒരു തന്നെ എവിടുന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് നിങ്ങൾ അവരെ ഫിസിക്സ് അധ്യാപകരായിട്ട് കയറ്റുമായിരുന്നോ? ഇല്ല. ഒന്ന്, ആദ്യം ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യും, അല്ലേ? 2, റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് ഇവന് വല്ലതും അറിയാമെന്നും ടെസ്റ്റ് ചെയ്യും, ശരിയല്ലേ? പക്ഷെ സുവിശേഷ കോളത്തിൽ നമുക്ക് ഒരു മൈക്രോഫോൺ, ഒരു എക്യുപ്മെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും വിളിച്ചു പറയാം. അപ്പം സാത്താന് നമ്മൾക്ക് കർണരസപ്രസമായി പ്രസൻറ്റ് ചെയ്യാനുള്ള പ്രസൻറ്റേഷൻ സ്കില്ല് തരാൻ സാത്താന് കഴിയും. കാരണം പുള്ളിക്കില്ലാത്ത ഒരു സ്കില്ലും ഇല്ലായിരുന്നു, ശരിയല്ലയോ? ഒരു സ്കില്ലും ഇല്ലായിരുന്നു. ജ്ഞാനാത്മപൂർണനായിരുന്നു. അപ്പോൾ അവിടുന്ന് അഭിഷേകം പ്രാപിച്ചാൽ നിങ്ങൾ ജ്ഞാനാത്മപൂർണനാകും. ആരുടെ? ലൂസിഫറിൻ്റെ അഭിഷേകം അടിച്ചങ്ങ് തട്ടും. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യം അവിടെ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഇത് പറഞ്ഞത് മുഴുവനും വിശുദ്ധ എബ്രായ ഭാഷയിലാണ്. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. എബ്രായ ഭാഷ പറഞ്ഞു തന്നാൽ മാത്രമല്ല, എൻറ്റയറിറ്റിയിൽ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തുകൾക്ക് 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് ആണുള്ളത്. 3 ടൈപ്സ് ഓഫ് ലാംഗ്വേജിൽ ഒന്നാമത്തേത് അതിൻ്റെ ലിറ്ററൽ ലാംഗ്വേജാണ്. പ്രാർത്ഥിക്കാൻ മലയിൽ കയറി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മലയിൽ പോയെന്ന, അല്ല വെള്ളത്തിൽ ചാടിയെന്നല്ല, മലയിൽ പോയെന്ന, അല്ലേ? കുടിക്കാൻ ഇച്ചിരി വെള്ളം തരണം. വെള്ളമാ, വേറെ ഒന്നും അർത്ഥമാക്കിയിട്ടില്ല. അതിൻ്റെ ലിറ്ററൽ ലാംഗ്വേജ്. രണ്ടാമത്തേത് അതിൻ്റെ സിംബോളിക് ലാംഗ്വേജ്. ഇതേ വാക്കിന് ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. ചില സമയത്ത് ലിറ്ററൽ അല്ല, സിംബോളിക്ക. ഇതേ കാര്യത്തിന് ഒരു ഫിഗറേറ്റീവ് മീനിങ് ഉണ്ട്. ചില സമയത്ത് ഫിഗറേറ്റീവാണ്. അപ്പോൾ ഒരു ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ലിറ്ററൽ എന്താ, സിംബോളിക് എന്താ, ഫിഗറേറ്റീവ് എന്താന്ന് അറിയത്തില്ല. പക്ഷെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള മുഴുവൻ വാക്യങ്ങളും ഒന്നിൽ ലിറ്ററൽ, അല്ലെങ്കിൽ സിംബോളിക്, അല്ലെങ്കിൽ ഫിഗറേറ്റീവാണ്. ഇതാർക്കേ അറിയത്തുള്ളൂ? ദൈവരാജ്യത്തിന് ശാസ്ത്രിയായി തീർന്ന ശിഷ്യൻ, ഗുരു, അധ്യാപകൻ, ടീച്ചർ, റിസർച്ച് ചെയ്ത ആള്, അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രസംഗമൊക്കെ കാച്ചുന്നതിന് മുമ്പേ ഇദ്ദേഹത്തെ വിളിക്കണം. സർ,
ഇന്നത് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? ദൈവയുടെ കൈ വെട്ടിക്കളയാൻ പറയുന്നു, കള്ള് ചൂഞ്ഞു കളയാൻ പറയുന്നു. എന്തുവാ? അപ്പൊ അദ്ദേഹം പറയും, ഇത് ലിറ്ററലാണോ, ഫിഗറേറ്റീവ് ആണോ, സിംബോളിക് ആണോ, അതോ ഈ മൂന്നും കൂടെ ആണോ, അല്ലെങ്കിൽ ഇതിൽ രണ്ടേ ഉള്ളൂ, അത് ഒന്നേ ഉള്ളൂ? ഞാനത് ഈ പറഞ്ഞ മൂന്നിന് ഉദാഹരണം പറഞ്ഞിട്ട് മോൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ഡയറക്റ്റ് ആൻസറിലേക്ക് വരാം. പ്രാർത്ഥിക്കാൻ മലയിൽ പോയി. മല, നിങ്ങൾ വിശ്വാസത്തോടെ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും. ഇത് കേട്ടുകൊണ്ട് അമ്മച്ചി ഒരു മലയുടെ മൂട്ടിൽ നിന്നിട്ട് യേശുവിന്റെ നാമത്തിൽ മാറുമലേ 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 മാറും, അമ്മച്ചി പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അമ്മച്ചി ഒരു നടുപൊടിഞ്ഞ് വരത്തേ ഉള്ളൂ. മല അവിടെ തന്നെ നിൽക്കും. അതില് ശരി? അങ്ങനെയാണെങ്കിൽ പിന്നെ കർത്താവ് എന്തിനാ അങ്ങനെ പറഞ്ഞത്? ബിബ്ലിക്കൽ ലാംഗ്വേജിൽ മൗണ്ടൻ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യങ്ങൾ, ചക്രവർത്തിമാർ, ഭരണകൂടങ്ങൾ എന്നാണ്. ഇപ്പം ഇസ്രായേൽ മക്കൾ ബാബിലോണിലേക്ക് അടിമകളായി പോകുമ്പോൾ 70 വർഷത്തെയാണ് സ്ലേവറി. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് യിരെമ്യാവിനോട് ദൈവം പറഞ്ഞിരുന്നു. ഈ 70 വർഷം തികയാറായപ്പോൾ ദാനിയേല് യിരെമ്യാവിന്റെ പ്രവചനം എടുത്ത് വായിച്ചു. വായിക്കുമ്പം ഏതാണ്ട് നമ്മുടെ പ്രവാസം തീരാറായി. ഈ സമയത്ത് ബെൽഷസ്സർ എന്നൊരു രാജാവ് ബാബിലോണിൽ വന്നു. ഇയാൾ ഭയങ്കര ആന്റി ജൂവിഷാണ്. ഇയാളുടെ ആദ്യത്തെ ഡിക്ലറേഷൻ, ഒരു കാലത്തും യഹൂദന്മാർക്ക് ഇവിടുന്ന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഇനിയും അവർക്ക് ഒരു സാധനം തിരിച്ചു കൊണ്ടുപോകാനും കാണരുത്. എന്തെന്നറിയാമോ? യെരുശലേമിൽ ദേവാലയത്തിന് കൊണ്ടുവന്ന പാത്രങ്ങൾ, ഉപകരണങ്ങൾ, ഇത് മുഴുവൻ അവൻ്റെ മദ്യശാലയിലേക്ക് കൊണ്ടുവന്നു. എടുത്തുകൊണ്ടുപോയി നെബൂഖദ്നേസറൊക്കെ സൂക്ഷിച്ചിടത്ത് വെച്ചിരിക്കും. കാര്യം പവിത്രമായിട്ട് വെച്ചിരിക്കുക. യഹൂദന്മാരുടെ വളരെ സീക്രട്ടായ സാധനങ്ങൾ തുടരുന്നതൊക്കെ. ഇത് അയാൾ മുഴുവൻ എന്തറിയാമോ? ആയിരക്കണക്കിന് വരുന്ന അയാളുടെ ആ കാറ്റഗറിപ്പെട്ടു വരുന്ന കള്ളു കുടിക്കകത്ത് കൊണ്ടുവന്നു. കള്ളുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പം ദൈവത്തിൻ്റെ ക്ലോക്കിൽ ടിക്ക് ചെയ്യുക, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള സമയമാകുന്നു. ഇവനെന്താ പറഞ്ഞിരിക്കുന്നത്? കൊടുക്കത്തില്ലെന്ന്. ദാനിയേല്, യെഹിസ്കിയേല്, ശെയ്സ്തിയേല്, ഹഗ്ഗയായി, 4 പാവങ്ങൾ കുറേ ദൂരെ ഒരു മുറിക്കകത്തിരുന്ന് ഉപവസിക്കുക. ഒരു മുറിക്കകത്തിരുന്ന് ഉപവസിക്കുക. ദൈവത്തിൻ്റെ ക്ലോക്കിൽ ടൈമായി. ദൂരെ നിന്ന് ദൈവം ഒരു കോരേശ രാജാവിനെ കൊണ്ടുവന്നു. ആ രാത്രി നേരം വെളുക്കാൻ സമ്മതിച്ചില്ല. അടുത്ത സെന്റൻസ് പറയുന്നതറിയാമോ? അന്ന് രാത്രി, ദാറ്റ് നൈറ്റ്, കൽദേ രാജാവായി ബെൽഷസ്സർ കൊല്ലപ്പെട്ടു. ആ ചക്രവർത്തി തീർന്നു ഒറ്റ നൈറ്റ് കൊണ്ട്. ആ സാമ്രാജ്യം തീർന്നു. ഇങ്ങനെ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ മൈറ്റി റോമൻ എംപറയർ അടക്കമുള്ള എത്ര ചക്രവർത്തിമാരും സാമ്രാജ്യങ്ങളും തകർന്നു പോയത്. അതാണ് വിശ്വാസത്തിൽ മലയോടി മാറിപ്പോകാൻ പറഞ്ഞത്. അവിടെ സിംബോളിക്ക. നിങ്ങൾ നദികളിൽ കൂടെ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും, നീ വെള്ളത്തിൽ കൂടെ കിടന്നാൽ അത് നിന്റെ മീതെ കവിയത്തില്ല. വചനമില്ലേ? ശരി, പമ്പയാറ് വെള്ളം പൊങ്ങി ഒഴുകാന്നിരിക്കട്ടെ. മഴക്കാലത്ത് ഭയങ്കര കരകവിഞ്ഞൊഴുകുക. അപ്പം ഞാൻ ആ ഉദ്ദേശിച്ചിരിക്കുന്നത്, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. വചനം അങ്ങോട്ട് തുറന്നു, വിശ്വാസത്തിൽ കൈവച്ചു, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇറങ്ങാൻ പോവാം. എന്തുകൊണ്ട്? വെള്ളത്തിൽ കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കുന്ന നദിയിൽ കിടന്ന് അത് നിന്റെ മീതെ കവിയല്ല. ചാടിക്കോ. നീന്തറിയത്തില്ലെന്നുണ്ടെങ്കിൽ വേമ്പനാട്ട് കായൽ പൊങ്ങത്തേ ഉള്ളൂ, അല്ലേ? നീന്തറിയത്തില്ലെങ്കിൽ വേമ്പനാട്ട് കായൽ പൊങ്ങും, അത്രേ ഉള്ളൂ. അപ്പൊ പിന്നെ വചനത്തിൽ പറഞ്ഞ എന്തുവാ? അവിടെ വെള്ളം, നദികൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ജനസമുദായങ്ങൾ എന്നാണ്. ജനസമുദായങ്ങൾ എന്നാണ്. ഇസ്രായേലിനോട് പറയാ, ഒരുപാട് ജനസമൂഹങ്ങൾ കൂടി നീ കടന്നു പോകേണ്ടി വരും, പക്ഷെ മുങ്ങിപ്പോകത്തില്ല. 2000 വർഷം ലോകം മുഴുവൻ ചിതറിക്കപ്പെട്ടു.
അവർ ചെന്നിട്ടില്ലാത്ത ജനസമൂഹങ്ങൾ ലോകത്ത് ഒന്നും ഒരിടമില്ല. ഇന്ന് ബാക്കിയുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുണ്ടല്ലോ. നിങ്ങൾ അപ്പം അത് സിംബോളിക്കാണ് അർത്ഥം. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെ അവൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയമാകുന്നു. എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞപ്പം യഹൂദന്മാർ യോഗ്യ, ഇവനെ തന്നെ ഇവൻ്റെ മാംസം ഇവൻ നമുക്ക് തരുമെന്ന്. അവരേത് സെൻസിലെടുത്തു? ലിറ്ററൽ സെൻസിലെടുത്തു. പക്ഷേ എൻ്റെ അർത്ഥമോ ഫിഗറേറ്റീവാണ് ഉണ്ടല്ലോ. അപ്പം ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകൻ അറിയാം ലിറ്ററലാണോ, സിംബോളിക്കാണോ, ഫിഗറേറ്റീവ് ആണോ എന്ന്. ആർക്കറിയത്തില്ല? പഠിച്ചിട്ടില്ലാത്ത സെൽഫ് ഡിക്ലെയർഡ് അധ്യാപകൻ അറിയത്തില്ല. ഇനി നമുക്ക് വരാം. ഹീബ്രു ലാംഗ്വേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ് ആണ്. ഇഡിയംസിൻ്റെ പ്രത്യേകത സിംഗിൾ വേർഡിന് മീനിങ് ഇല്ല. അലകും പിടിയും എന്ന് പറഞ്ഞാൽ അവിടെ അലകുമില്ല, പിടിയുമില്ല. ഊടും പാകും, ഊടുമില്ല, പാകുമില്ല, അല്ലേ? ഓ, ദേ ആർ ബേണിംഗ് ബോത്ത് എൻഡ്സ് ഓഫ് ദ കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ അവിടെ മെഴുകുതിരി കത്തിക്കുന്നില്ല, പൈസ മുഴുവൻ അടിച്ച് കളയുകയാണെന്ന്. ഡോണ്ട് പ്ലേ ഡക്സ് ആൻഡ് ഡ്രേക്സ്. പ്ലേയിങ് ഡക്സ് ആൻഡ് ഡ്രേക്സ് എന്ന് പറഞ്ഞാൽ ധാരാളി എന്ന്. അവിടെ ഡക്സുമില്ല, ഡ്രേക്സുമില്ല. ഇതുപോലെ ഹീബ്രു ലാംഗ്വേജ് റിച്ച് വിത്ത് ഇഡിയംസാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഭാഷയോ മുഴുവൻ ഇഡിയോമാറ്റിക്കായിരുന്നു. കാര്യം സാധാരണക്കാരൻ എപ്പോഴും ഇഡിയോമാറ്റിക് ലാംഗ്വേജാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഈ കളവക്കൽ എക്സ്പ്രഷൻ എന്ന് പറയും, ശരിക്കും സാധാരണക്കാരന് ലോക്കൽ ഭാഷയുണ്ടല്ലോ, അതാ. അപ്പോൾ സാധാരണക്കാരന് ലോക്കൽ ഭാഷയിൽ അയിൻ തോവെന്നും അയിൻ റാ എന്നും രണ്ട് എക്സ്പ്രഷനുണ്ട്. അയ്യൻ എന്ന് പറഞ്ഞാൽ കണ്ണെന്നാണ് നമ്മൾ ഡിക്ഷണറി മനസ്സിലാക്കുന്നത്. അതിൻ്റെ മീനിങ്, ഇഡിയോമാറ്റിക് മീനിങ് എന്താണെന്നറിയാമോ? സമ്പത്തെന്ന, ധനമെന്ന. അപ്പം നിന്റെ കണ്ണ് നല്ലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഔദാര്യമായി സാധുക്കൊക്കെ കൊടുക്കുന്നവനാണെങ്കിൽ നിന്റെ ജീവിതം മുഴുവൻ ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ മോശമായിരിക്കും. നിന്റെ കണ്ണാ നിനക്ക് ഇടർച്ച വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ നിന്റെ പണത്തോടുള്ള മനോഭാവം അതാണ്. നിനക്ക് ഭൗതികം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിനക്ക് എപ്പോഴും ഇടർച്ചയാണ്. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാൻ കേട്ടോ. ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇത് ഓർക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ എൻ്റെ നാട്ടുകാർക്ക് ചിലപ്പോൾ എൻ്റെ പ്രസംഗം, എൻ്റെ ക്ലാസ് കേൾക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഒരച്ചാന്, പുള്ളിയുടെ ആ ലാൻഡിൻ്റെ പ്രത്യേകത അന്നറിയാം, അവരുടെ റബ്ബർ ഭയങ്കര ഈൽഡാണ്. ഒരു റബ്ബർ തൈയിൽ നിന്ന് സാധാരണ ഒരു ചിരട്ട പാല് കിട്ടും, പുള്ളിക്ക് 3 ചിരട്ട പാല് കിട്ടും. എല്ലാവർക്കും അറിയാം കാര്യം. ഇത് കാരണം അച്ഛൻ ഞായറാഴ്ച പള്ളി വരത്തില്ല. കാരണം പുള്ളി തന്നെ റബ്ബർ വെട്ടുന്നത്. അപ്പം ഞായറാഴ്ച കൂടെ വെട്ടിയാൽ എന്താ കിട്ടും? അത്രയും കൂടെ കിട്ടത്തില്ലേ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കണം. 6 വർഷം നീ കൃഷി ചെയ്യണം, 7-ാം വർഷം കൃഷി ചെയ്യരുത്, ലാൻഡിനെ ഫ്രീ ആയിട്ടുള്ള. അങ്ങനെ 69 വർഷം കഴിയുമ്പം 70-ാമത്തെ ഒരു ഹോൾ ഇയർ കൃഷി ചെയ്യരുത്. പക്ഷെ ഇസ്രായേൽ മക്കൾ അവർ നോക്കിയപ്പോൾ 6 വർഷം ഭയങ്കര കൃഷിയായതുകൊണ്ട് 7-ാം വർഷം അവർ കൃഷി ചെയ്തു. അങ്ങനെ പോയി 100 വർഷമായപ്പം ദൈവം തീരുമാനിച്ചു ഇവൻ ഇനിയും കൃഷി ചെയ്യണ്ട. നോക്കി, എത്രയും യോവേൽ വർഷം സംവത്സരം മുടക്കിയോ അത്രയും വർഷം ലാൻഡിന് റെസ്റ്റ് കൊടുക്കാൻ ദൈവം അവനെ ഓടിച്ചു കളഞ്ഞു. സോ വാട്ട് ഈസ് യുവർ ആറ്റിറ്റ്യൂഡ് ടു മണി? നിന്റെ ആറ്റിറ്റ്യൂഡിന് പണത്തോടുള്ള മനോഭാവം തെറ്റാണെങ്കിൽ അത് നിന്റെ നിത്യജീവനെ ബാധിക്കും. നീ അത് കളയണം. കണ്ണ് ചൂഴ്ന്ന് പറയാനല്ല പറഞ്ഞത്. നിന്റെ
മണിയോടുള്ള, ധനത്തോടുള്ള ആറ്റിറ്റ്യൂഡാണ്. വലങ്കൈ എന്ന് പറയുന്നത് എബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ശക്തി എന്നാണ്. ഒരാൾ പവർഫുൾ ആയി തീർന്നു. ദാവീദ് പവർഫുൾ ആയതുകൊണ്ടാണ് ബെർഷേബയെ വിളിച്ചു വരുത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ബെർഷേബ പോടാന്ന് പറയും അല്ലേ? വഴിയെ പോകുന്നവനാണ്, ആൾ വിട്ട് വിളിച്ചെങ്കിൽ ബെർഷേബ ചെല്ലുമോ? ദാവീദിന്റെ പവറാണ് ദാവീദിന് അടർച്ച വരുത്തിയത്. ഒറ്റ ഈവനിങ്ങിൽ 4 out of 10 കമാൻഡ്മെന്റ്സ് ഒറ്റയടിക്ക് തെറ്റിക്കാൻ കാരണം എന്താ? പവറാണ്. നിന്റെ പവറാണ് നിനക്ക് അടച്ചു വരുത്തെങ്കിൽ എനിക്ക് ആ പവർ വേണ്ട. ഇപ്പം ലോകത്തിലെ ഏറ്റവും റഷ്യയിലെ ധനികനായ മനുഷ്യനായിരുന്നു ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയുടെ ജീവിതം വളരെ മോശമായിരുന്നു. വിശ്വാസത്തിൽ വന്നു. വിശ്വാസം എന്ന് ടോൾസ്റ്റോയ്ക്ക് മനസ്സിലായി, തൻ്റെ ഈ 1000 വരുന്ന ഏക്കറുണ്ടല്ലോ, എസ്റ്റേറ്റ് ഉണ്ടല്ലോ, അതെൻ്റെ ധനമാണ്. ഈ ധനം ദൈവവേദലായി തീരുന്നതിന് കിടർച്ചയാണ് എന്ന് മനസ്സിലായിട്ട് ഇയാൾ എന്താ ചെയ്ത്, 1000 വരുന്ന ഏക്കർ വരുന്നതിൻ്റെ എസ്റ്റേറ്റുകൾ സാധുക്കൾക്ക് വെറുതെ കൊടുത്തു, തൊഴിലാളികൾക്കും കൊടുത്തു. എന്തുകൊണ്ടാണ് ടോൾസ്റ്റോയ് അങ്ങനെ കൊടുത്തത്? ടോൾസ്റ്റോയ് ബൈബിള് വായിച്ചപ്പം, ഈ വചനം വായിച്ചപ്പോൾ ടോൾസ്റ്റോയ്ക്ക് മനസ്സിലായി എന്താണെന്ന്. വലങ്കൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് മോം ചോദിച്ച ചോദ്യത്തിലേക്ക് പ്രിസൈസ് ആയിട്ട് വരികയാണ്. അവിടെ വലങ്കൈ എന്ന് പറഞ്ഞ കൈ വെട്ടി കളയാനല്ല പറഞ്ഞത്. പിന്നെ നിനക്ക് കിട്ടിയ പവറ് നിത്യജീവന് നിനക്കിടർച്ചയാണെങ്കിൽ ആ പവർ വേണ്ടെന്ന് വെക്കുക. നിന്റെ ധനം നിന്നെ ധനമോഹിയാക്കി മാറ്റുന്നുണ്ട്, അത് നിത്യജീവൻ ഇടർച്ചയാണെങ്കിൽ ആ ധനവും വേണ്ടെന്ന് വെക്കുക. അടുത്ത ചോദ്യം, ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞതാ. ഇനിയും പറ, പോസിബിൾ ആണോ അല്ലയോ എന്ന്? പോസിബിൾ ആണ്, സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ഉപദേശി ഏത് ആത്മാവിലാ പറഞ്ഞത്? സാധിക്കത്തില്ലെന്ന് പറഞ്ഞ് ഉപദേശി ഏത് ആത്മാവിലാ പറഞ്ഞത്? ആ ഉപദേശിയുടെ പ്രസംഗം കേട്ടാൽ ദൈവവചനം അനുസരിക്കുന്നതിനാണോ തിരസ്കരിക്കുന്നതിനാണോ നമുക്ക് കഴിയുക? Give me the answer. ദൈവാത്മാവിലല്ല, ദൈവാത്മാവല്ല പറഞ്ഞത്. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നതിനല്ല നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉപദേശി അങ്ങനെ പറഞ്ഞത്? 2 റീസൺസ്. റീസൺ നമ്പർ 1, തന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. റീസൺ നമ്പർ 2, താൻ അധ്യാപകനാണെന്ന് നടിക്കുന്നു, പക്ഷെ താൻ ആരല്ല? അധ്യാപകനല്ല. ഞങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലനാണെന്ന് ഭാവിച്ച് ചില കള്ളയപ്പോസ്തലന്മാർ നിങ്ങളുടെ ഇടയിൽ ചുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് എഫെസോസിലെ സഭയോട് പറഞ്ഞതുപോലെ, തങ്ങൾ അധ്യാപകരല്ലാതിരിക്കെ അധ്യാപകരാണെന്ന് നടിച്ച് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ എഴുതിയ ഭാഷയിൽ പഠിക്കാതെ വ്യാഖ്യാനിക്കാൻ വരുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ശാപമാണ്. ദാറ്റ്സ് മൈ ആൻസർ. അമേസിംഗ് ആൻസർ സർ. അടുത്ത ചോദ്യത്തിലേക്ക് സമയമുണ്ട്. ഏതായാലും ഒന്ന് ചോദിക്കട്ടെ. അടുത്ത ചോദ്യം നമ്മുടെ പ്രേക്ഷകരിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. യേശുക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെപ്പറ്റി വേദപുസ്തകത്തില് പരാമർശിച്ചിരിക്കുന്ന വാക്യങ്ങൾ ഹീബ്രുവിൽ നിന്നും പരിഭാഷ ചെയ്തപ്പോൾ എന്തെങ്കിലും ആശയ വ്യത്യാസം വന്നിട്ടുണ്ടോ? അതാണ് പ്രേക്ഷകരിൽ നിന്ന് വന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ അത് ഹീബ്രുവിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ അത് ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. രക്ഷയ്ക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ഹീബ്രുവിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാതെ എന്ത് ചെയ്തു? ഗ്രീക്കിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. അത് വലിയ ദോഷമായി ചെയ്തത്. അത് കാരണം എത്ര ആളുകൾക്കാണ് രക്ഷ നഷ്ടപ്പെടുന്നത് എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. കാര്യം ഒരാൾ ചില ചോദിക്കും ഇന്നയാൾ സ്വർഗത്തിൽ പോകും, അത് പിതാവിൻ്റെ ഹിതമാണ്, എൻ്റെ അല്ല. ആര് സ്വർഗത്തിൽ പോകാൻ തീരുമാനിക്കുന്നത് ഞാനല്ല. എനിക്ക് വേദപുസ്തകത്തിൻ്റെ ഉപദേശം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നിർഭാഗ്യവശാൽ
വിശുദ്ധ തിരുവഴുത്തിൻ്റെ ഒറിജിനായ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ് നമ്മുടെ ഡോക്ട്രിൻസ് മുഴുവൻ കിടക്കുന്നത്. രക്ഷയുടെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. സ്നാനത്തിൻ്റെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. മാനസാന്തരത്തിൻ്റെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. വിശുദ്ധ തിരുവത്താഴത്തിൻ്റെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. വിശുദ്ധ ജീവിതത്തിൻ്റെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. ആരാധനയുടെ ഡോക്ട്രിൻ ഓൾഡ് ടെസ്റ്റ്മെന്റിലാണ്. ഇത് മുഴുവൻ ഞാൻ കൊണ്ട് പറയാൻ തുടങ്ങിയാൽ എത്ര നാളെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേട്ടോണം. ഈ ട്രാൻസ്ലേറ്റ് ഹീബ്രുവിൽ നിന്ന് ചെയ്യാഞ്ഞതുകൊണ്ട്, അല്ലേ പോട്ടെ, ചില ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഹീബ്രുവിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറയാം. പറയാത്തത് കൊണ്ട് അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നമ്മൾ ആളുകളെ ഇങ്ങനെ ഇളക്കുക. ഞാൻ ഒന്നാമത്തെ എക്സാമ്പിൾ പറയാൻ പോവാം. യോഹന്നാൻ മാനസാന്തരം പ്രസംഗിച്ചു, ശരിയല്ലേ? മാനസാന്തരപ്പെടണം. ഇനി യോഹന്നാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞു, അല്ലേ? കർത്താവ് മാനസാന്തരത്തിലാണ് പ്രസംഗം തുടങ്ങിയത്. എന്തുവാ മാനസാന്തരം? എന്താ? റിപ്പന്റ്. ഓ വി റിപ്പന്റ്, ഐ റിപ്പന്റ്, യു റിപ്പന്റ്, ഡു യു റിപ്പന്റ്? മാനസാന്തരപ്പെട്ടാണോ? മാനസാന്തരപ്പെടണം. ആർക്കെങ്കിലും മനസ്സിലായോ? എൻ്റെ ചോദ്യമാണ്. നമ്മളുടെ ഈ ഉപദേശി അല്ലെ, പാസ്റ്റർ, അച്ചോ, അല്ലെ സാറേ, എന്തുവായി മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ? ഈ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞാൽ എന്തുവാ? അതങ്ങ് മാനസാന്തരപ്പെടണം. തീർന്നല്ലോ. ഇനി അത് എഴുതിയ എബ്രായ ഭാഷയിൽ ടെഷുവ എന്നാണ്. ടെഷുവ. എന്തുവാ ടെഷുവ? ഒരാൾ ചെയ്യുന്ന 3 പ്രവൃത്തികൾക്കാണ് ടെഷുവ എന്ന് പറയുന്നത്. 3 പ്രവൃത്തികൾ. ഈ മാനസാന്തരപ്പെട്ട് നമുക്ക് ചോദിക്കാം, നിങ്ങൾ ശരിക്കും ഇത് എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ട് മാനസാന്തരപ്പെട്ടു തന്നെ അവരോട് ചോദിക്കണം, ഞാൻ ശരിക്കും മാനസാന്തരപ്പെട്ടോ എന്ന്. ഒന്നാമത്തെ പ്രവൃത്തി കേട്ടോണേ. ഒരുത്തൻ തീയിട്ടു. എന്തിനു തീയിട്ടു? സ്വന്തം വീടിന്, സ്വന്തം താമസ സ്ഥലത്തിന് തീയിട്ടു. ഒന്നാമത്തെ പ്രവൃത്തി. രണ്ടാമൻ ഓടുക. ഓടുന്ന കൂട്ടത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, മൂന്നാമത്തെ പ്രവൃത്തി, ഇനി എൻ്റെ ആയുസ് ഞാൻ ഇവിടെ വരത്തില്ലെന്ന്. ടെഷുവ. നമുക്കിപ്പോൾ ഇവിടെ എഴുതി കാണിക്കാൻ സൗകര്യമില്ല നമുക്ക്. കാര്യം മാം ഇങ്ങനെ ചോദിക്കുന്നത് ഞാൻ വിചാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ എഴുതിക്കൊണ്ട് വരാമായിരുന്നു. ടെഷുവ. ഒരുത്തൻ വീടിന് തീയിട്ടു, ഓടുന്ന കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞു, ഇനി ആയുസ് ഞാനിവിടെ വരത്തില്ലെന്ന്. എക്സ്പ്ലെയിൻ. ഒരുത്തൻ ജീവകാലം മുഴുവൻ കള്ളുകൂടിയനായിരുന്നു. സുവിശേഷ പ്രസംഗം കേട്ടപ്പം ആ സുവിശേഷ പ്രസംഗം എന്നോട് പറയാ, നിന്റെ കള്ളുകൂടി എന്ന സ്വഭാവത്തിന് ഇന്ന് നീ തീയിടണം. തീയിട്ടു. ഇനി നീ ഷാപ്പിന്റെ അവിടെ വരുമ്പോൾ ഓടിക്കോണം, അവിടെ നിൽക്കരുത്. ഇനി ഒരു കാര്യം വിളിച്ചു പറഞ്ഞോണം, എൻ്റെ ആയുസിൽ ഞാൻ ഇവിടെ തിരിച്ചു വരത്തില്ലെന്ന്. ഒരാളയാളുടെ സ്വഭാവദോഷങ്ങൾ എണ്ണി ഒരു കടലാസിലോട്ട് എഴുതണം. എന്നിട്ട് ഓരോന്നും വെട്ടിക്കളയണം. തീയിട്ടു, ഇനിയില്ല. ഞാൻ കള്ളനാ, മോട്ടറാവും, എന്ത് കണ്ടാലും മോഷ്ടിക്കും. തീയിട്ടു, മോഷണ സ്വഭാവത്തിന് തീയിട്ടു. ഇനി അതിൽ നിന്ന് ഓടുക. പഴയ കള്ളന്മാരെ കണ്ട ഇപ്പോൾ കൂട്ടില്ല. തേങ്ങ കാണുമ്പോൾ ഓടിക്കണം തോന്നത്തില്ല, ഓടുക. വല്ലുകൊണ്ട് തേങ്ങ വളഞ്ഞു കിടക്കുന്ന കാണുമ്പം നോക്കി നിൽക്കത്തില്ല, ഓടുക. കടയിൽ നല്ല സ്വർണ്ണാഭരണം ഇരിക്കുന്നത് കാണുമ്പോൾ രാത്രി മോട്ടിക്കണമെന്ന് തോന്നത്തില്ല, ഓടുമ്പോൾ എന്ത് വിളിച്ചു പറയുന്നു? ഇനി ഒരിക്കലും ഞാനിവിടെ വരത്തില്ല.
Now my question. ഇതാ മാനസാന്തരം എന്ന് എത്ര പേർക്ക് അറിയാം? മാനസാന്തരപ്പെട്ട എത്ര പേർക്ക് ഇതാ മാനസാന്തരം എത്ര പേർക്ക് അറിയാം? നേരെ മറിച്ച് ഒരു അധ്യാപകന്റെ കീഴിലാണ് മാനസാന്തരം പ്രസംഗിക്കുന്ന ഉപദേശി മാനസാന്തരം എന്ന വിഷയം പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു? ഇനി ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മുടെ സഭയിൽ വരുന്ന വിശ്വാസികൾ വീണ്ടും പഴയ സ്വഭാവത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു. ഒരുപാട് പഴയ സ്വഭാവങ്ങൾ ഇപ്പോഴും കാണുന്നു. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ലോകത്തിലെല്ലാം കാണുന്ന സുവിശേഷ ലോകത്ത് നടക്കുന്ന കൊള്ളരാഴികൾ ലോകത്തിലെല്ലാം കാണുന്ന. എന്തുകൊണ്ടാണ് നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ട് ഇപ്പോഴും ആ കൊള്ളരാഴികൾ നടത്തുന്നത്? ദിസ് ഈസ് ദ റീസൺ. ഇനി നമ്മൾ സ്നാനം എടുക്കാം. ഇത് മുഴുവൻ ഇങ്ങനെയാണ്. സ്നാനം എടുക്കാം. എന്തോ സ്നാനം? ചില ശിഷ്യ സ്നാനം നടത്തുന്നു. ചിലർ പ്രായമായവർ മറ്റു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് വരുമ്പം അവർ വെള്ളം തളിക്കുന്നു, സ്നാനപ്പെടുന്നു പറഞ്ഞു. ഈ പാവം വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്നാനത്തിന്റെ ഉപദേശം വിശുദ്ധ പഴയ നിയമത്തിലാണ് തുടങ്ങുന്നത്. വിശുദ്ധ പഴയ നിയമത്തിൽ സ്നാനത്തിന്റെ ഉപദേശം തുടങ്ങുമ്പോൾ കേട്ടോണം, ആദ്യം മുഴുവൻ ഇവനെ കഴുകി വൃത്തിയാക്കുക. റാക്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം മുഴുവനും ശരീരത്തിൽ വൃത്തിയാകത്തക്കൊണ്ട് എത്തണം. റാക്കാസ്റ്റ്. ഇപ്പം നമ്മൾ സ്നാനത്തിന്റെ ഉപദേശമല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. ആണെങ്കിൽ ഇത് മുഴുവൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കങ്ങോട്ട് പോകുക വേണ്ട. ഇനി കുറച്ച് കഴിഞ്ഞപ്പം മുഴുവനും മുക്കി വെള്ളത്തിനടിയിലായി എന്ന് ഉറപ്പായി കഴിഞ്ഞിട്ടേ മൂക്കോട്ടെടുക്കാവൂ. TABAL, ടാബാൽ. RACHAT, അതാണ് ഒന്നാമത്തെ വേർഡ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ടാബാൽ. ഇത് രണ്ട് ഹീബ്രു വേർഡാണ്. അങ്ങനെയാണെങ്കിൽ സ്നാനത്തെ പറ്റി പറയുമ്പോൾ എന്ത് പറയും? സ്നാനം എന്ന് പറഞ്ഞാൽ കുഞ്ഞെ നിന്റെ കൊച്ചിലെ കൊണ്ട് നിന്നെ വെള്ളം തിളപ്പിക്കുന്നതല്ല. പ്രായമായി നീ വേറൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നിരിക്കട്ടെ, വെള്ളം പൂശിയാൽ പറ്റത്തില്ല. എന്തിനേ പ്രമാണമുള്ളൂ? കംപ്ലീറ്റ് മുങ്ങി വെള്ളത്തിന് മുഴുവനും അടിയിലായി എന്ന് ഉറപ്പായി കഴിയും പൊക്കാൻ മാത്രമേ പ്രമാണമുള്ളൂ. എവിടെ പ്രമാണം കിടക്കുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. എവിടെയാണ് വേർഡ് കിടക്കുന്നത്? ഓൾഡ് ടെസ്റ്റ്മെന്റിൽ. എന്താ അർത്ഥം? ഇതാണ് അർത്ഥം. നമ്മൾ പഠിച്ചോ? പഠിച്ചില്ല. നമ്മൾ പിന്നെ എവിടെ നിന്ന് എടുത്തു? അതിനെ ബാപ്റ്റൈസ് എന്ന് ഗ്രീക്കിൽ നിന്ന് അതുപോലെ ഇങ്ങോട്ട് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്തില്ല എങ്കിൽ എമേർഷൻ എന്ന് വരുമായിരുന്നു. ഇംഗ്ലീഷിൽ എമേർഷൻ എന്ന് വരുമായിരുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. ഗ്രീക്കിലല്ല ഇത് ഉണ്ടായത്, ഹീബ്രുവിലാണ് ഉണ്ടായത്. ഹീബ്രുവിൽ എന്താണ് നമ്മൾ പഠിച്ചോ? പഠിച്ചില്ല. മനസ്സിലായോ? മനസ്സിലായില്ല. പാവപ്പെട്ട ജനത്തോട് നമ്മൾ ഇന്ന് ദോഷം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? ജനത്തിന് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നില്ല. പെന്തക്കോസ്ത് സഭകൾ ഒരു വലിയ പരിധി വരെ അവർ ഈ ബാപ്റ്റിസ്റ്റ് ചർച്ചൊക്കെ ഒരു ഈ നിമജ്ജന സ്നാനം ചെയ്യുന്നുണ്ട്. ഗുഡ്. ലാർജ് മജോറിറ്റി ക്രിസ്ത്യൻഡമോ ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അപ്പോൾ നമ്മുടെ രക്ഷയ്ക്ക് ഏറ്റവും അടിസ്ഥാനമായ രണ്ട് കാര്യമല്ലേ മാനസാന്തരവും സ്നാനവും. പ്രേക്ഷകർക്ക് നിങ്ങളുടെ ബൈബിൾ സംബന്ധമായ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ വീഡിയോ മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ ചോദിക്കുവാനുള്ള അവസരമുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ബൈ.